എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരുമിച്ച് ഒരു ചെറിയ യാത്ര പോവാണ്, കാലത്തിനുമപ്പുറത്തേക്ക്, അറിവിന്റെ ഒരു വലിയ ലോകത്തേക്ക്. 1940 പ്രസിദ്ധീകരിച്ച അഖണ്ഡ ജ്യോതി എന്നൊരു ആത്മീയ മാസികയുണ്ടല്ലോ, അതിന്റെ താളുകളില് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ആഴമേറിയ സത്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് പൊടി തട്ടിയെടുക്കാം. അപ്പോ ഈ ജ്ഞാനത്തിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈയൊരു അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്നതിനു മുൻപ് ഇതിനെല്ലാം കാരണക്കാരനായ, ഇതിന്റെ രചയിതാവായ യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയെ നമുക്ക് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ഒന്നോർക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളാണല്ലോ ഈ യാത്രയിൽ നമുക്ക് വെളിച്ചം തരുന്നത്. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം മുഴുവൻ, അതായത് 24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറാതെ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആ ഒരേ ഒരു കൂട്ടുകാരൻ ആരാണ്? ചൗബീഷ് ഘണ്ടെ കാ സാഥി എന്ന ലേഖനത്തിൽ നിന്നുള്ള ഈയൊരു ചോദ്യം നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആരാണാ കൂടെയുള്ള ആൾ? നമുക്കൊരുമിച്ച് ആ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സത്യത്തെ തേടിയുള്ളൊരു അന്വേഷണമാണ്. സത്യക്ക് ഓർ എന്ന കവിതയിൽ പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും സത്യം എന്താണെന്നറിയാനുള്ളൊരു അടങ്ങാത്ത ആഗ്രഹമുണ്ട്. ആ ഒരു ദാഹമാണ് സത്യത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ സത്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനെ താങ്ങി നിർത്തുന്ന 2 വലിയ തൂണുകളാണ് അച്ചടക്കവും ശുദ്ധിയും. എന്താണതെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് മനസ്സിലാക്കാം. വ്രതയ്ക്ക് ആവശ്യകത എന്ന ലേഖനം സംസാരിക്കുന്നത് വ്രതത്തെക്കുറിച്ചാണ്. ഇവിടെ വ്രതമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നനയ്ക്കുന്ന ഉപവാസം മാത്രമല്ല കേട്ടോ, ഇത് സ്വയം നിയന്ത്രിക്കലാണ്. ഒരു കൊടുങ്കാട്ടിൽപ്പെട്ട കപ്പലിന് നങ്കൂരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ അച്ചടക്കം. ചിതറിപ്പോകുന്ന ചിന്തകളെയും പ്രവൃത്തികളെയും ഒരിടത്ത് ഉറപ്പിച്ചു നിർത്താനും ജീവിതത്തിനൊരു ലക്ഷ്യം തരാനും ഇത് സഹായിക്കും. ഇനി അടുത്തത് പവിത്രത, അതായത് ശുദ്ധി. ഇതിന്റെ ശക്തി എന്താണെന്ന് നോക്കാം. പവിത്രതാക്കി ശക്തി എന്ന ലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല തെളിഞ്ഞൊഴുകുന്ന ഒരു പുഴ പോലെയാണ് ശുദ്ധിയുള്ള മനസ്സ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം ശുദ്ധമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വലിയൊരു ശക്തി ഉണർന്നുവരും. അത് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക വ്യക്തതയും ഊർജവും നൽകും. ശരി, അപ്പോ നമുക്ക് അച്ചടക്കമായി, ശുദ്ധിയായി ഇതൊക്കെ മാത്രം മതിയോ? പോരാ. ഈ ഗുണങ്ങളെയെല്ലാം നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും എങ്ങനെ ശരിയായി ഉപയോഗിക്കാം എന്നുകൂടി അറിയണം. കാരണം ആരാധന എന്ന് പറയുന്നത് ഒരു ശാസ്ത്രം തന്നെയാണ്. അതിന്റെ തത്വങ്ങളും അതിൽ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു വശത്ത് നമുക്ക് കാണാം മൂർത്തി പൂജാ തത്വജ്ഞാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പിന്നിലുള്ള ആഴത്തിലുള്ള തത്വങ്ങളെക്കുറിച്ചാണത് പറയുന്നത്. എന്നാൽ മറുവശത്തോ സാധനാകെ വിഘ്ന, അതായത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു സാധകനെപ്പോലെ ഈ ആത്മീയ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങളുമുണ്ടാവുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ വിശ്വാസവും പ്രതിബന്ധങ്ങളും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ മാത്രം ഒതുക്കിവെക്കാനുള്ളതാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിലും പ്രകാശിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജോലിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ എല്ലായിടത്തും ഈ ജ്ഞാനം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം നമുക്ക് നോക്കാം. ഇതിനൊരു 3 സ്റ്റെപ്പ് പ്ലാൻ പോലെയാണ് ലേഖനങ്ങളിൽ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, അന്ത്രഹ് ആനേക്ക പിഞ്ചട യിൽ നിന്ന് പുറത്തു കടക്കുക. അതായത് നമ്മളെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന പരിമിതികളുടെ ആ കൂട്ടിൽ നിന്ന് സ്വയം മോചിതരാവുക. രണ്ടാമതായി, ഭടകോംകോ മാർഗപ്പർ ലാവോ, വഴി തെറ്റിപ്പോയവരെ, നമ്മുടെ സഹജീവികളെ നേർവഴിക്ക് നയിക്കുക. ഈ 2 കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം താനേ സംഭവിച്ചോളും. അതാണ് സുഖ് ഓർ സഫലത, അതായത് യഥാർത്ഥ സന്തോഷവും വിജയവും നമ്മളെ തേടി വരും. അപ്പോ നമ്മുടെ ഈ യാത്ര ഏകദേശം അവസാന ഘട്ടത്തിലേക്കെത്തുകയാണ്. നിങ്ങൾ സ്പർശമണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തൊട്ടാൽ ഇരുമ്പിനെ പോലും സ്വർണമാക്കാൻ കഴിവുള്ളൊരത്ഭുതക്കല്ല്. അതുപോലെ നമ്മുടെ ജീവിതത്തെ മുഴുവനായും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു നിധിയുണ്ട്. അതാണ് യഥാർത്ഥ സ്പർശമണി. ആ നിധി എവിടെയാണ്? അപ്പോൾ മാസിക നമ്മളോട് നേരിട്ട് ചോദിക്കുകയാണ്, പാരസ് പത്ഥർ കഹാ ഹേ? എവിടെയാണ് ആ സ്പർശമണി? ഒരു നിമിഷമൊന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. എവിടെയായിരിക്കും ആ അത്ഭുതനിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്?
നമ്മുടെ ഈ യാത്ര ഇവിടെ തീരുമ്പോൾ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ നമുക്ക് മുന്നിൽ വ്യക്തമാണ് അല്ലേ? നമ്മൾ ഇത്രയും കാലം പുറത്തു തേടിക്കൊണ്ടിരുന്ന ആ സ്പർശമണി അത് മറ്റെവിടെയുമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. അച്ചടക്കത്തിലൂടെ, ശുദ്ധിയിലൂടെ, നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ നേടുന്ന ആ അറിവില്ലേ, ആ ജ്ഞാനമാണ് യഥാർത്ഥ സ്പർശമണി. ആ വലിയ നിധി കണ്ടെത്താനുള്ള താക്കോലും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ. നന്ദി.